ജോസ് കെ മാണി UDF-ലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് വാർത്തകളെല്ലാം വരുന്നത്. പല വിധത്തിലുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ LDF-നേറ്റ തിരിച്ചടി, ഈ പറയുന്ന UDF-ന്റെ കുതിച്ചുയരൽ, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഭരണ തുടർച്ചയൊന്നും LDF-ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ UDF-ലേക്ക് ചേക്കേറുന്നതാണ് എന്തുകൊണ്ടും ഗുണകരം എന്നുള്ളത് ജോസ് കെ മാണി മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ അത് തന്നെ ആയിരിക്കുമല്ലേ ജോസ് കെ മാണിയുടെ അടുത്ത നീക്കം? തീർച്ചയായും. ഇനിയിപ്പോൾ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ മത്സരിക്കുന്ന ജോസ് കെ മാണിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ UDF-നോടൊപ്പം നിന്ന് അവിടെ കോട്ടയത്തൊക്കെ നിന്ന് ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാക്കാം. കാരണം റോഷി പിന്നെ ജോസ് കെ മാണിക്ക് പറ്റാത്തത് കൊണ്ടാണ് റോഷിയെ പിടിച്ച് മന്ത്രിയാക്കേണ്ട അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജോസ് കെ മാണി ഏതായാലും UDF-ലേക്ക് പോകുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നു. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പോൾ എന്തായാലും LDF വരില്ല, UDF തന്നെ ആയിരിക്കും അടുത്ത തവണ ഭരണത്തിലെത്തുക എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനവും മറ്റുമൊക്കെ വേണ്ടി വരും. പക്ഷേ ഈ ജോസഫൊക്കെ ഏത് തരത്തിൽ ഇതിനെ കാണുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ ഏതായാലും നിലപാടുടൻ തെളിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുന്നണി മാറ്റം ഉണ്ടാകും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കുറേയധികം സീറ്റുകളും ബോർഡുകളും ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനു മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. UDF-ൽ വിപ്ലവകരമായ വിപുലീകരണത്തിനാണ് സാധ്യത. അതാണ് പറഞ്ഞത്. ആരും കൊതിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് UDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിലും പിണറായി മന്ത്രിസഭയിലും പൊളിച്ചുപണി അനിവാര്യമാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ അഭ്യൂഹങ്ങൾ പലതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുമെല്ലാം പാർട്ടി വിലയിരുത്തും. UDF കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ ക്ഷണം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. എന്നാൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ലെന്നാണ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയത്. കേരള കോൺഗ്രസിലെ പലർക്കും മുന്നണി മാറ്റം അനിവാര്യമാണെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി നോക്കിയ ശേഷം മുന്നണി മാറ്റത്തിൽ ആലോചന മതിയെന്ന അഭിപ്രായവും സജീവമാണ്. വിശദ ചർച്ച ഇക്കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുന്നണി മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ പിണറായി മന്ത്രിസഭയിൽ പുനഃസംഘടന സാധ്യതയുണ്ടാകും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും കേരള കോൺഗ്രസ് യോഗത്തിൽ ചർച്ചയാകും. പാർട്ടി LDF-നൊപ്പം എത്തിയിട്ട് 5 വർഷമായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെത്തിയത്. പലയിടത്തും ഇടതുമുന്നണിക്ക് കരുത്ത് പകരാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ CPM-മായി അടുത്തു. എന്നാൽ നിലമ്പൂരിലടക്കം ക്രൈസ്തവ വോട്ടുകൾ UDF-ന് വൻതോതിൽ കിട്ടുന്നുവെന്ന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്നും യോഗത്തിൽ ഉയർന്നേക്കാം. മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്യും. വന്യജീവി ശല്യത്തിൽ അടക്കം മതിയായ ഇടപെടൽ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന വിമർശനം ശക്തമാണ്. ഇതും കേരള കോൺഗ്രസിലെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. UDF വിപുലീകരണത്തിന് കേരള കോൺഗ്രസിനെ ഉന്നമിട്ട് കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട്. KPCC നേതൃമാറ്റത്തിന് പിന്നാലെ മുന്നണി ശക്തിപ്പെടുത്തൽ ഗൗരവമായി പരിഗണിച്ചാണ് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വിട്ടുപോയ പ്രധാന കക്ഷിയെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാനാണ് ശ്രമം. വിസ്മയിക്കുന്ന പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വിസ്മയിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഇതുതന്നെയാണ്. എക്കാലത്ത് UDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം തന്നെ VD സതീശനും കേരള കോൺഗ്രസ് നേതൃത്വവുമായി വ്യക്തിബന്ധം പുലർത്തുന്ന PK കുഞ്ഞാലിക്കുട്ടിയുമായാണ് അണിയറ ചർച്ചകൾക്ക് പിന്നിലെന്നാണ് സൂചന. UDF കൺവീനറായി ചുമതലയേറ്റ അടൂർ പ്രകാശ് ഇതിനുള്ള ശ്രമം പല വഴിക്ക് നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ തോൽവി കേരള കോൺഗ്രസിനെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. പാലായുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മാണി C കാപ്പൻ വ്യക്തമാക്കിയിരിക്കെ ജോസ് കെ മാണിക്ക് മലബാറിൽ സുരക്ഷിത സീറ്റ് നൽകാമെന്നാണ് ലീഗിൻ്റെ ഉറപ്പ്. കേരള കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്ന നിലപാടിനാണ് കോൺഗ്രസ്. താഴെത്തട്ടിൽ 2 ചേരികൾ മത്സരിച്ച ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ. മുന്നണി വിട്ടുപോയ RJD-യുമായും UDF നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ CPM-മായി പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കി RJD ഇടത്തിൽ തന്നെ തുടരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയെ ബലപ്പെടുത്തണമെന്ന വികാരം UDF-ലും ശക്തമാണ്. കേരള കോൺഗ്രസിനെ കൂടി ഒപ്പം നിർത്തിയാൽ മധ്യ കേരളത്തിൽ അടിത്തറ കൂടുതൽ വിപുലമാക്കാമെന്ന ചിന്ത UDF-ൽ ചിലർക്കുണ്ട്. തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിന് പുറമെ മുസ്ലിം ലീഗിൻ്റെയും സജീവ ഇടപെടലുണ്ടാകും. സ്വന്തം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാണ് കേരള കോൺഗ്രസിനെ CPM LDF-ൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനെ തള്ളിപ്പറഞ്ഞുള്ള മുന്നണി മാറ്റം ജോസ് കെ മാണിക്ക് എളുപ്പമാകില്ല. CPI സമ്മതിക്കില്ലെങ്കിലും മധ്യ കേരളത്തിൽ LDF-ന് കരുത്ത് പകരുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള പങ്കിനെ CPM അംഗീകരിക്കുന്നു.
തങ്ങളുടെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റ് 2018 ജോസ് കെ മാണിക്ക് നൽകിയ ചരിത്രം കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമുദായ നേതൃത്വത്തിൻ്റെ ഇടപെടലും മുന്നണി മാറ്റത്തിൽ നിർണായകമാണെന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയരുന്ന സ്ഥിതിയുണ്ടെന്ന് നിലമ്പൂരിൽ തെളിഞ്ഞു. സ്വാധീന മേഖലകൾ പോലും തിരിച്ചടി നേരിട്ടേക്കാവുന്ന സാഹചര്യം കേരള കോൺഗ്രസിന് പരിഗണിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. അപ്പോൾ ഈ ജോസ് കെ മാണിയുടെ ഈ രാജ്യസഭാ സീറ്റിൽ മാത്രമാണ് ഒരു തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ, അതിലെന്തെങ്കിലും തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFിനൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിന് വളർച്ചയുണ്ടായോ എന്നുള്ളത് ഇവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസിന് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് LDFിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് CPMൻ്റെ ഒരു പ്രത്യേകത. കേഡർ സ്വഭാവമുള്ള പാർട്ടികളോടൊപ്പം കേഡർ അല്ലാത്ത പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സംഭവിക്കാറുള്ളത് കേഡർ പാർട്ടിക്ക് ഗുണം ചെയ്യുകയോ അല്ലാത്തവർക്ക് ഗുണം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾക്കറിയാം BJPയുടെ കാര്യത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ചെറിയ ഏതെങ്കിലും പാർട്ടികൾ ഘടകകക്ഷികളായി വന്നു ചേരും, പിന്നീട് അവരെല്ലാം നാമമാത്രമായി ഒതുങ്ങുകയും BJP അവിടെ വളരുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് CPMൻ്റെ ഭാഗത്തും ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന LDF സംസ്കാരം, അതായത് ഇടത് സംസ്കാരം ഇല്ലാത്ത ഒരു പാർട്ടി ഇടത് പാളയത്തിലേക്ക് വന്നപ്പോൾ പതിയെങ്കിലും ഇടത് സ്വാധീനം അതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ ഈ പറയുന്ന പാല അടക്കമുള്ള മേഖലയിൽ CPMന് ശക്തി വർദ്ധിച്ചു. ഇല്ലെങ്കിൽ LDFിൻ്റെ പരിപാടികളിലേക്ക് സ്വാഭാവികമായി വന്നു കയറാനുള്ള ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാരുടെ ഒരു രീതി അത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. പ്രഖ്യാപിത ശത്രുവാണ്. ഒരു കാരണവശാലും കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം കേരള കോൺഗ്രസ് അടുപ്പിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നത് അവിടെ CPMൻ്റെ വളർച്ചയിലേക്ക് പല ആൾക്കാരും കേരള കോൺഗ്രസ് വിട്ട് CPMലേക്കോ CPIയിലേക്കോ ഇതുപോലുള്ള RSPMലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ സംഘടനാപരമായിട്ട് ഒരു വളർച്ചയ്ക്കുള്ള സാധ്യത LDF നൽകുന്നില്ല എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറിച്ച് UDFിലാണെങ്കിൽ പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് സംസ്കാരം അത് നിലനിൽക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ, ആൾക്കാരിൽ ഒരു ബന്ധം സൃഷ്ടിക്കാൻ, ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഒരു പ്രധാന ശക്തിയാകാനൊക്കെ ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ജോസഫ് വിഭാഗവുമായിട്ട് ഒന്നിച്ച് നിന്നിരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന UDFിലെ ഒരു പ്രബല ശക്തിയായിരുന്നു. ഒന്നാം ശക്തി ലീഗാണെങ്കിൽ രണ്ടാം ശക്തി UDFിലെ രണ്ടാം ശക്തി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഒന്നാം ശക്തി ലീഗും രണ്ടാം ശക്തി കേരള കോൺഗ്രസുമായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറയുന്ന ഒരു വലിയ ആരോപണം വന്നപ്പോൾ ഒരു സൈഡിൽ കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരു സൈഡിൽ KM മാണിയുമാണ് നിന്നത്. അങ്ങനെ നിന്ന് സംരക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കരുത്തായിട്ട് UDFിലെ പ്രധാന കക്ഷിയായിട്ട് നിന്നിരുന്ന ജോസ് കെ മാണി ഗ്രൂപ്പ് LDFിൽ വന്നപ്പോൾ ഒരു നാലാം സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ അർഹമായ പരിഗണനകൾ പല ഘട്ടത്തിലും കിട്ടിയില്ല. ജോസ് കെ മാണിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്ക് LDF പൂർണ്ണമായിട്ടും വന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് മടങ്ങുന്നതാണ് എന്തുകൊണ്ടും ജോസ് കെ മാണിക്ക് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും അതിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോക്ക്. തൽക്കാലം ആ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിൽ റോഷി അഗസ്റ്റിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം അടുത്ത അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മന്ത്രിസ്ഥാനം വേണമെങ്കിലും കേരള കോൺഗ്രസിന് ചോദിക്കാൻ കഴിയും. ഇവർ ജോസ് കെ മാണി വിഭാഗമൊക്കെ ഈ ജോസഫ് വിഭാഗമായിട്ടൊക്കെ ഒന്ന് സഹകരിച്ച് ഒന്നിച്ച് പോകാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ UDF പ്രവേശനം എന്തുകൊണ്ടും സാധ്യമാണ് എന്നൊരു ഘട്ടത്തിലാണ് ജോസ് കെ മാണി വിഭാഗം നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.